ആര് തിരുവനന്തപുരം വാഴുന്നോ അവർ കേരളം വാഴും എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി കാണുന്നത്. നോക്കൂ, നിങ്ങൾ ഇതിനു മുമ്പ് നടന്ന ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആർക്കാണ് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളത്, അവർ ആ ഒരു ട്രെൻഡ് പിടിച്ച് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിജയത്തിലേക്ക് കടന്നു വരുന്നത് കാണാറുണ്ട്. 14 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടന്ന കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവും കാട്ടാക്കടയും ഒക്കെ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വലിയ ചിന്തയായി ഇപ്പോഴും ഈ രാഷ്ട്രീയ കേരളത്തിൽ അവശേഷിക്കുകയാണ്. നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ ഒറ്റയാനെ കൊണ്ടുവന്ന് പണത്തിന് പണം, വാഗ്ദാനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ, എന്തും ഏതും പ്രോമിസ് ചെയ്യുകയായിരുന്നു രാജീവ് തിരുവനന്തപുരത്ത് നേമത്ത്. കാരണം എന്താ? എന്തും പറയാലോ. വി മുരളീധരൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് പറഞ്ഞത് ഈ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തില്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന പ്രഖ്യാപനങ്ങൾ ആര് നിറവേറ്റാൻ, ആര് വിശ്വസിക്കാൻ? ജനങ്ങൾ മണ്ടന്മാരാണോ എന്ന്. അങ്ങനെ ഒരു ട്രെൻഡ്, അങ്ങനെ ഒരു പെർസെപ്ഷൻ ഈ വാഗ്ദാനങ്ങളിൽ, പ്രോമിസുകളിൽ വെക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന് എന്തും പറയാമല്ലോ നേമം മണ്ഡലത്തിൽ ഇറങ്ങി. കഴിഞ്ഞ 5 വർഷം ഈ നാടിന്റെ വിദ്യാഭ്യാസ സംസ്കാരത്തെ മുഴുവനും ലോകോത്തര മാതൃകയിലേക്ക് എടുത്തുയർത്തിയ പൂക്കി മിനിസ്റ്റർ എന്ന് ജെൻസി കുട്ടികൾ പോലും വിളിക്കുന്ന ശിവൻകുട്ടി അണ്ണൻ എന്ന ട്രെൻഡായി മാറിയ പേര് സഖാവ് ശിവൻകുട്ടി. പറഞ്ഞിടത്തു നിന്ന് ഓരോ കാര്യങ്ങളും ഒരണുവിട പോലും മാറിപ്പോകാത്ത ശിവൻകുട്ടിയെയാണ് പര്യടനത്തിൽ കണ്ടത് എന്നുള്ളതാണ്. ഇന്നലത്തെ വോട്ടിംഗ് ശതമാനം കൂടി ഏറ്റെടുത്ത് വായിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകാം ഒരെഡ്ജ് ശിവൻകുട്ടി നേമത്ത് നേടിയിട്ടുണ്ട് എന്ന്. ശിവൻകുട്ടി കടന്നു കയറി വരും നേമത്ത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നലെയുടെ രാവിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇരുന്ന് പറഞ്ഞത് വെറും പുലമ്പലല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നേമം LDF പിടിക്കും എന്നുള്ളതിലേക്ക് കൃത്യമായ ധാരണയാണ് കടന്നു വരുന്നത്. നേമം മണ്ഡലത്തിൽ വോക്സ് പോപ്പുലി, വോയിസ് പോപ്പുലി ജനശബ്ദത്തെ എത്ര മാധ്യമങ്ങളാ പകർത്തിയിട്ടുണ്ടായിരുന്നത്? എല്ലാവരും 10 പേരോട് ചോദിച്ചാൽ 6, 7, 8 പേരെങ്കിലും ശിവൻകുട്ടി വരണം, നല്ല ഭരണമായിരുന്നില്ലേ എന്ന് പറയുന്ന ഒരവസ്ഥ. കൃത്യമായി LDFന്റെ തട്ട് നേമത്ത് താണിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ LDFന് കൃത്യമായ ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ഒരു മത്സരം പോലും ഇല്ലാത്ത മണ്ഡലങ്ങളുടെ കണക്ക് നോക്കിയാൽ 10 എണ്ണം വരും. പാറശാലയും നെടുമങ്ങാടും നെയ്യാറ്റിൻകരയും ആറ്റിങ്ങലും വർക്കലയും ചിറയൻകീഴും വാമനപുരവും നേമവും കൂടി കഴിഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് കാട്ടാക്കടയിലും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും മാത്രമാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ ഒരു വലിയ സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ സിറ്റിംഗ് MLA ആയിട്ടുള്ള കൃത്യമായ ഒരു ഗ്രാജുവൽ ഓർഗാനിക് ഗ്രോത്ത് രാഷ്ട്രീയ കേരളത്തിൽ എടുത്തിട്ടുള്ള VK പ്രശാന്ത് 2018 ഫ്ലഡ് മുതൽ പ്രശാന്തിന്റെ ഗ്രാഫ് ഗ്രാജുവലിയാണ് ഗ്രോത്ത് ചെയ്യപ്പെട്ടത്. മേയർ ബ്രോ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയിട്ട് വട്ടിയൂർക്കാവിൽ ആദ്യ മത്സരത്തിന് കഴിഞ്ഞ വർഷം ഇറങ്ങുമ്പോ അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല പ്രശാന്തിനെ കുറിച്ച്. നോക്കൂ നിങ്ങൾ, പ്രശാന്ത് പറയുന്ന ബോഡി ലാംഗ്വേജ്, പ്രശാന്ത് കാണിക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജിന്റെ ഒരു കൺസീവ്നെസ് അത്രമേൽ വലുതാണ് എന്നുള്ളതാണ്. BJP 8 നിലയിൽ പൊട്ടും വട്ടിയൂർക്കാവിലെന്ന് എല്ലാ മാധ്യമങ്ങളും അവിടുത്തെ ജനങ്ങളും പറയുന്നത് കഴിഞ്ഞ 15-16 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. വട്ടിയൂർക്കാവ് BJPയുടെ A ക്ലാസ് മണ്ഡലമോ അല്ലയോ, അത് പ്രശ്നമല്ല. അവിടെ ഫൈറ്റ് നടന്നത് കെ മുരളീധരനും പ്രശാന്തുമായിട്ട് തന്നെയാണ്. 100% ഉറപ്പിച്ച് രാഷ്ട്രീയ കേരളം ഇന്ന് പ്രശാന്തിന്റെ തട്ട് താണിരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രശാന്തിന്റെ പ്രവർത്തനങ്ങൾ ആ നാട് ഏറ്റെടുത്തതാണ്. LDF ഈ പറയുന്ന കേരളത്തിൽ മുഴുവൻ കൊടുത്തിരുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, ജനം അനുഭവിച്ചതല്ലേ, ജനം അനുഭവിച്ചതല്ലേ, നമ്മൾ ഒന്നിച്ചിറങ്ങുവല്ലേ എന്ന് പറഞ്ഞ പോലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ VK പ്രശാന്ത് എന്ന ജനനായകന്റെ പ്രവർത്തനങ്ങൾ തൊട്ടറിഞ്ഞ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് അവിടെ നിന്ന് കടന്നു കയറി വരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാട്ടാക്കട ഒരു ടൈറ്റ് ഫൈറ്റ് UDF ആയിട്ടുണ്ടെങ്കിലും അവസാന ലാപ്പിൽ മുൻപന്തിയിൽ എത്തിയത് LDF ആണെന്നുള്ളതും യാതൊരു സംശയവും വേണ്ട. അങ്ങനെ നോക്കുമ്പോൾ 10 മണ്ഡലങ്ങൾ LDFിലേക്ക് സുനിശ്ചിതമായി നിൽക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. നമുക്കത് കൃത്യമായി മനസ്സിലാക്കേണ്ടി വരും. ട്രിവാൻഡ്രത്ത്
ഒരെഡ്ജ് CP ജോൺ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ ഒരു വലിയ എഡ്ജ് ഉണ്ട്. ടൈറ്റ് ഫൈറ്റ് ആണെങ്കിലും മെയ് 4 വരെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. കോവളവും വലിയ രീതിയിൽ UDF ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ സാധിച്ച മണ്ഡലമാണ്. UDF ഒരു എഡ്ജ് ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കോവളത്തിന്റെയും തിരുവനന്തപുരം സെൻട്രലിന്റെയും ഒക്കെ ഒരു ചരിത്രം കൂടിയൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടുത്തെ അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് ആ രാഷ്ട്രീയ മണ്ണ് പറയുന്നത് നമുക്ക് ഗൗനിക്കാതെ കാണാതെ വിടാൻ കഴിയില്ല. അരുവിക്കരയിലും ഇത്തവണ ശിവകുമാർ കയറി വരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ UDF ഒരു 3 മണ്ഡലങ്ങളിൽ ഒതുങ്ങേണ്ടി വരും. അത് ട്രിവാൻഡ്രവും കോവളവും അരുവിക്കരയുമാണ്. BJP 3 അക്കൗണ്ട് തുറക്കും, 2 അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പറയുന്ന കേരളത്തിൽ വലിയ ശക്തിയായി മാറുമെന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ BJP കണ്ണുവെച്ച് ഒരു ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കഴക്കൂട്ടത്ത് BJP ഒരു എഡ്ജിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് 3ഉം 4ഉം ഒന്നുമല്ല, ഒരുപക്ഷെ കഴക്കൂട്ടത്ത് ഒരു എഡ്ജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ BJP സ്ഥാനാർത്ഥി കയറി വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകളും അവിടുത്തെ ജനങ്ങളുടെ ഒരു വോക്സ് പോപ്പുലയും ഒക്കെ എടുക്കുമ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് വിന്നിംഗ് പ്രോബബിലിറ്റി ഉള്ളത് പറയുന്നത് കഴക്കൂട്ടത്താണ്. അങ്ങനെയാണെങ്കിൽ 10 സീറ്റ് LDFനും 3 സീറ്റ് UDFനും 1 സീറ്റ് BJPക്കും എന്നുള്ള നിലയിലേക്ക് തലസ്ഥാന നഗരി വിധി എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ട്രെൻഡ് പിടിച്ച രാഷ്ട്രീയ കേരളത്തിന്റെ പാരമ്പര്യം നോക്കുമ്പോൾ LDFന്റെ ഇടതു കാറ്റ് 85-90 സീറ്റിന് മുകളിലേക്ക് പിടിച്ച് ജയിച്ചു കയറി വരും. പിണറായിയും സ്വരാജും ഇന്നലെ മാധ്യമങ്ങളെ കണ്ട മുഴുവൻ LDF നേതാക്കളും കൺസീവ് ചെയ്യുന്ന പോസിറ്റിവിറ്റിയുടെ കോൺഫിഡൻസിന്റെ ബോഡി ലാംഗ്വേജ് മെയ് 4 ഇടത് കാറ്റായി ഇടത് തരംഗമായി കേരളത്തിൽ പരക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നതും അവിടെയാണ്.